മറ്റൊരു കാര്യത്തിൽ സൂചിപ്പിച്ചത് കാണാൻ കഴിയും. രണ്ടു തരത്തിലും വ്യത്യസ്ത രീതിയിൽ ഹദീസുകളിലേക്കപ്പെട്ടിട്ടുണ്ട്. എന്നെ ഈ ഭൂമിയിലേക്ക് പടച്ചവർ നിയോഗിച്ചത് സ്വഭാവത്തിന്റെ ഒരു സാമൂഹികീകരണ സമൂഹത്തിന് കാഴ്ചവെക്കുവാനാണ്, സൽസ്വഭാവ സമൂഹത്തിന് പഠിക്കുവാനാണ്. എന്റെ പടച്ചതമ്പുരാൻ എനിക്ക് നല്ല സ്വഭാവത്തിൽ ഇവിടെ വർദ്ധിക്കാനുള്ള അവസരം തന്നു, എനിക്ക് ശരിക്കും തെളിവുണ്ടായി എന്ന് പറയും. എനിക്ക് അല്ലാഹു സംസ്കാരം പഠിപ്പിച്ചു. അദ്ദബനി റബ്ബി, എന്നെ പടച്ചവന്റെ സംസ്കാരം സമ്പന്നനാക്കി. എങ്ങനെ തദ്ദീബൻ ഹസനൻ, നല്ല തരത്തിലൊരു സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടാക്കാൻ എനിക്ക് സാധ്യമാകുന്ന തരത്തിൽ എന്റെ സ്വഭാവത്തെ അല്ലാഹു ആക്കി തീർത്തു. എന്നിട്ട് പരിശുദ്ധ പ്രവാചകൻ ഈ സ്വഭാവം പകർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹത്തിലെ വ്യക്തികളോട് പറഞ്ഞ കാര്യം, ഒരു മുഅ്മിൻ നാളെ മരിച്ചു പോയാൽ അവന് മറച്ചു നിൽക്കുന്ന രംഗമാണ് മീസാൻ തൂക്കുന്ന സമയം. നന്മ തിന്മകൾ തൂക്കുന്ന ആ പ്രത്യേക സമയം. ആ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് നിൽക്കുമെന്നറിയാതെ വേവനാതിപ്പെടുന്ന സമയത്ത് പുണ്യത്തിരുമേനി നമ്മളെ പഠിപ്പിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മുഅ്മിനിന്റെ മീസാനിൽ യൗമൽ ഖിയാമത്തി, പരലോകത്ത് ഏറ്റവും കൂടുതൽ ഘനം തോന്നുന്നത്, ഭാരമാകുന്നത് മിൻ ഖുലുഖിൻ ഹസനിൻ, സൽസ്വഭാവത്തെക്കാൾ മറ്റൊന്നില്ല. സൽസ്വഭാവമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ പരലോകത്ത് ചെല്ലുമ്പോൾ തൂക്കപ്പെടുന്ന അവന്റെ നന്മയിലെ ഏറ്റവും ഭാരമുള്ള വസ്തു എന്ന് പരിശുദ്ധ തിരുദൂതൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പിന്നെയും നബിതങ്ങൾ പറഞ്ഞു, വഇന്ന സാഹിബ ഹുസ്നിൽ ഖുലുഖ്, മന്റെ ഉടമയുടെയും സ്ഥാനമാനം എത്രത്തോളം അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടോ അതുപോലെ വലിയ സ്ഥാനം, അല്ലെങ്കിൽ അത് രണ്ടും ഒരു മനുഷ്യന് നേടാൻ കഴിയുന്ന വലിയ ഇബാദത്താണെങ്കിൽ അതിനപ്പുറമുള്ള സ്ഥാനം സൽസ്വഭാവം കൊണ്ട് ഒരു മനുഷ്യന് നേടാൻ കഴിയും എന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല നബി തങ്ങൾ പറയുന്നത് എന്താണ്? ഈ സമൂഹത്തോട് നല്ല സ്വഭാവത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമെന്നാണ്. നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. നബി തങ്ങൾ പ്രാർത്ഥിച്ചതാണ്, അല്ലാഹുവേ എന്റെ ആകൃതി നീ നന്നാക്കിയതുപോലെ എന്റെ പ്രകൃതിയും നീ നന്നാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകൃതിയും നല്ലതാണ്, സ്വഭാവവും നല്ലതാണ്, രണ്ടും ഒരുപോലെയാണ്. നല്ല ശരീരപ്രകൃതി ആകർഷിക്കപ്പെടുന്ന ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ പ്രകൃതി വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സൈന്യത്തിലേക്ക് എടുക്കുമ്പോൾ നോക്കിയിട്ടില്ലേ, നെഞ്ചളവ് നോക്കുന്ന ഒരാളുടെ, ഉയരം നോക്കുന്ന ഒരാളുടെ, ഭാരം നോക്കുന്ന ഒരാളുടെ, രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗം തന്നെയാണത്. നല്ല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കൊക്കെ ഒരാളെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ ആകൃതി പോലെ പ്രകൃതിയും നോക്കും, രണ്ടും ഒരുപോലെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അങ്ങനെയല്ലേ മഹാനായ ഇമാം ബുസീരി തങ്ങൾ പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഖുലുഖിലും ഖൽഖിലും ഉന്നതനാണ്, സ്വഭാവത്തിലും അതുപോലെ തന്നെ സൃഷ്ടിപ്പിലും ഒക്കെ അത്യുന്നതനാണ്. അങ്ങനെ അത്യുന്നതനായ പരിശുദ്ധ പ്രവാചകരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ശത്രുവിനോട് പോലും നീതി കൊടുക്കുന്ന സ്വഭാവം. ഏത് ശത്രുവിനും നീതി കൊടുത്തു പരിശുദ്ധ പ്രവാചകർ. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് മുത്തുനബി തങ്ങൾ തന്റെ വീട്ടിൽ ബന്ദിയാക്കപ്പെടുന്ന ഒരു സന്ദർഭം. നബി തങ്ങളെ തടയുകയാണ് ശത്രുക്കൾ വാളും പിടിച്ചു നിന്നുകൊണ്ട് കൊല്ലാൻ വേണ്ടി. പുറത്തേക്ക് നബി തങ്ങൾ വന്നാൽ വെട്ടണം, കൊല്ലണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പ്രതിസന്ധി എന്താണ്? നമ്മുടെ വീട്ടിന്റെ ചുറ്റുവട്ടത്തും ശത്രുക്കൾ വാളും പിടിച്ചുകൊണ്ട് ആരാണ് വെട്ടിയതെന്നറിയാതെ സുബഹിക്ക് എഴുന്നേറ്റ് പുറത്തു വരുമ്പോൾ വെട്ടണമെന്നാണ് തീരുമാനം. ദാറുൻ നദ്വയിലെടുത്ത തീരുമാനത്തിന്റെ ഒരു പൂർത്തീകരണമാണ് അവർ നടപ്പാക്കുന്നത്. സംഘം ചേർന്ന് നബി തങ്ങളെ ആക്രമിച്ച് കൊല്ലാനാണ് തീരുമാനിച്ചത്. ഇനി ഭൂമുഖത്ത് ആ വ്യക്തി വേണ്ട, അദ്ദേഹത്തിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം ഉദ്ധരിക്കുന്ന വചനങ്ങളിലേക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ തന്നെ ഉന്മൂലനം ചെയ്യുക. ആദർശം കൊണ്ട് തടുക്കാൻ കഴിയാത്തത് ഒരു സമൂഹത്തിൽ നാശം വിതച്ചുകൊണ്ട് തടുക്കുക എന്നതാണ് നയം. ആളെ തന്നെ ഉന്മൂലനം ചെയ്യുക. അങ്ങനെ പരിശുദ്ധ പ്രവാചകർ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അലി റളിയല്ലാഹു തആല തന്റെ വിരിപ്പിൽ കിടത്തുന്നു. അതിനു മുമ്പ് സ്വഹാബത്തെ മുഴുവൻ ഈ ശത്രുക്കളുടെ പീഡനത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി പലായനം ചെയ്തിട്ടുണ്ട്. ഒളിച്ചോട്ടമായിരുന്നില്ല പലായനം, പ്രബോധനത്തിന്റെ പുതിയ ഭൂമിക കെട്ടിപ്പടുക്കലായിരുന്നു. അല്ലെങ്കിൽ 13 കൊല്ലം കാത്തിരിക്കേണ്ടി വരില്ല ഹിജ്റക്ക്. ആളുകളൊക്കെ പോയി, 3 പേര് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ.
ഒന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ, ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഒന്ന് ഈ കിടക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. 3 പേര് മാത്രമേ ബാക്കിയുള്ളൂ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പരിശുദ്ധ പ്രവാചകരുടെ വിരിപ്പിൽ കിടക്കാൻ അനുമതി കൊടുത്തതും അങ്ങനെ പുതപ്പ് പുതച്ചുകൊണ്ട് അവിടെ കിടന്നതും പ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്നതും ഒക്കെ കുട്ടിക്കാലത്തെ മദ്രസയിൽ വെച്ച് പഠിക്കുന്ന പാഠങ്ങളാണ്. പക്ഷേ നമ്മൾ അവിടെ പഠിക്കേണ്ട സുപ്രധാനമായ ഒരു പാഠമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ നിർത്തി 3 ദിവസം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മക്കത്ത് തന്നെ നിന്നു. 3-ാം ദിവസമാണ് അദ്ദേഹം നബി തങ്ങളുടെ കൂടെ മദീനയിൽ ചെന്നു ചേരുന്നത്. കൂടെ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, നബി തങ്ങൾ കൂടെ കൊണ്ടുപോകാത്തത് കൊണ്ടുമല്ല. എന്തിനാണ് അദ്ദേഹം ഇവിടെ നിന്നത്? താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തുന്നു. അഖാമ അലി ഇബ്നു അബീ ത്വാലിബ് ബിമക്കത്ത 3 ലയാലിൻ വ അയ്യാമഹ. 3 ദിനരാത്രങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല 3 ദിനരാത്രങ്ങൾ പരിശുദ്ധ മക്കയിൽ തന്നെ നിന്നു ഈ ശത്രുക്കൾക്കിടയിൽ. എന്തിനു വേണ്ടി? നബി തങ്ങൾ പോയി, സിദ്ദീഖ് തങ്ങൾ പോയി, സഹചരന്മാരൊക്കെ പോയി. പിന്നെ എന്തിനാണ് ബഹുമാനപ്പെട്ടവരോട് 3 ദിവസം താമസിച്ചത്? ചരിത്രം പറയുന്നു. ഹത്താ അദ്ദാ അൻ റസൂലില്ലാഹിൽ വദാഇ അല്ലതി കാനത് ഇൻദഹു ലിന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പണം, നബി തങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സമ്പത്ത്, അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. എങ്ങനെയാണ് നബി തങ്ങൾ അത് തിരിച്ചു കൊടുക്കാൻ അവസരമുണ്ടായത്? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ കടം വാങ്ങിയതൊന്നുമല്ല. നബി തങ്ങൾ വിശ്വസ്തനായത് കൊണ്ട് നബി തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്ത സാധനമാണ്. നബി തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ട് നബി തങ്ങൾ സൂക്ഷിക്കുന്ന സാധനം അമീനാണ്, വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ പരിശുദ്ധ പ്രവാചകരുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് അമാനത്തായിട്ട് കൊടുത്തതാണ്. പണക്കടക്ക് കൊണ്ടുപോയി പഴയ കാലത്ത് അമാനത്ത് വെക്കാറില്ലേ? ബാങ്കിൽ സൂക്ഷിക്കുന്നതിന് പകരം വിശ്വസ്തനായ ഒരാളെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത സ്വത്താണ്. ആ സ്വത്ത് മുഴുവൻ നബി തങ്ങൾ കിഴികെട്ടി പ്രത്യേകം എടുത്തു വെച്ച് ഇതിന്നാണത്, ഇതിന്റെ ഗോത്രക്കാരൻ്റെ, ഇന്നയാളത്, അത് ഓരോരുത്തർക്കും തിരിച്ചു കൊടുക്കാൻ അലി റളിയല്ലാഹു തആല ചുമതലപ്പെടുത്തി 3 ദിവസം അത് തിരിച്ചു കൊടുക്കാൻ അദ്ദേഹം നടന്നു. ആർക്കാണ് ഈ കൊടുക്കുന്നത്? ഈ കൊല്ലാൻ നിന്നവർക്ക്. ഇന്ന് കടം കൊടുത്താൽ പോലും അതൊന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടാൽ അവൻ എൻ്റെ പേരിൽ ദേഷ്യപ്പെട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുക്കാത്ത ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. കടം വാങ്ങിയവനോട് ചൂടാകാൻ പാടില്ല, കടം വാങ്ങിയവനോട് ദേഷ്യപ്പെടാൻ പാടില്ല. അവനോട് ദേഷ്യപ്പെട്ടാൽ പിന്നെ തിരിച്ചു കൊടുക്കൂല. 10 പൈസ വാങ്ങി നേരിച്ച് എൻ്റെ മേക്കെട്ട് കയറാൻ വന്നു എന്ന് പറഞ്ഞ് അത് വിഷയമാക്കും. ആ സ്ഥാനത്ത് അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കൊല്ലാൻ നിന്ന, തന്നെ നാട് വിടാൻ നിർബന്ധിച്ച, തന്റെ ജന്മനാട്ടിൽ നിന്നും തന്നെ പുറത്താക്കാൻ വാളും കൊണ്ടുവന്ന ശത്രുപക്ഷത്തിന്റെ വിശ്വാസ്യതയിൽ ജീവിച്ചിരുന്ന സമയത്ത് അവർക്ക് നബി തങ്ങളോട് യാതൊരു തരത്തിലും അവിശ്വാസ്യതയില്ല. നീ പറയുന്നതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല, പക്ഷെ നീ വിശ്വസ്തനാണെന്ന് ഞങ്ങൾക്കറിയാം. നീ വിശ്വസ്തനാണ്, നീ അമീനാണ്, പക്ഷെ നീ കൊണ്ടുവന്നതിനോടാണ് ഞങ്ങൾക്ക് എതിർപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം തിരിച്ചു കൊടുത്തു. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഏതെങ്കിലും ഒരു വ്യക്തിയോട് തനിക്ക് വിദ്വേഷമുണ്ടെന്ന് കരുതി അനീതി ചെയ്യാൻ പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് പരിശുദ്ധ പ്രവാചകർ കൃത്യമായി ഒക്കെ തിരിച്ചു കൊടുത്തു. എല്ലാം തിരിച്ചു കൊടുക്കാൻ ആളെ ചുമതലപ്പെടുത്തി. 3 ദിവസം അദ്ദേഹം അവിടെ നിന്ന് എല്ലാം കൊടുത്തു തീർത്തതിന്റെ ശേഷമാണ് മദീനയിൽ പോയി നബി തങ്ങളുമായി അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ സന്ധിച്ചത്. ചരിത്രം വളരെ കൃത്യമായി പറയുന്നു. എന്തിനാണ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നത്? കൊല്ലാൻ നിന്നവർക്ക് എന്ന ചോദ്യം ഉയർന്നു? ഇല്ല, നീതി നടപ്പാക്കി പരിശുദ്ധ പ്രവാചകർ. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ ഏറ്റവും വലിയ പ്രത്യേകത. എവിടെയും നീതി നടപ്പാക്കുക എന്നതാണ്. ഹുദൈബിയ സന്ധി നോക്കി നിങ്ങൾ, വലിയ പ്രതിസന്ധിയാണ് സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം. ഹുദൈബിയ സന്ധി 6 കൊല്ലമായി മക്കയിൽ നിന്ന് പോയിട്ട് മദീനയിൽ 6 കൊല്ലമായി ജീവിക്കുന്നു. കഅബ കണ്ടിട്ടില്ല 6 കൊല്ലമായിട്ട്. അവർ ജീവിച്ചു വളർന്ന പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റുപാട് വിട്ട് സ്വന്തം ജന്മഗേഹം വിട്ട് പോയവരാണ് അവർ. അവരെപ്പോഴും കഅബയുടെ സമീപത്ത് വരുന്നവരായിരുന്നു, അവിടെ തവാഫ് ചെയ്യുന്നവരായിരുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. നമുക്കും കഅബയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു ആവേശമുണ്ടല്ലോ. കണ്ടാലും മതി വരാത്ത ആ പരിശുദ്ധ കഅബാലയത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആവേശം എത്രയാ! അത് കാണാൻ വേണ്ടിയാണ് അവർ വരുന്നത്. അതും ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് വന്നു. വഴിയിൽ തടഞ്ഞു ശത്രുക്കൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. ഈ വർഷം നിങ്ങൾ കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. സന്ധി സംഭാഷണത്തിന്റെ അന്ത്യത്തിൽ ഒരു കൃത്യമായ കരാർ എഴുതുന്നു. ആ കരാറിൽപ്പെട്ട ഒരു കാര്യമാണ്, ഇവിടുന്ന് ആരെങ്കിലും ഈ കരാറിന്റെ ശേഷം വിശ്വസിച്ച് അങ്ങോട്ട് വന്നാൽ തിരിച്ചയക്കണം. ഒരാളെയും വിശ്വസിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അതേ സമയത്ത് മദീനയിൽ നിന്ന് ആരെങ്കിലും വിശ്വാസം ഉപേക്ഷിച്ച് അവർ ഇസ്ലാമിനെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. 1 സൈഡ് കരാർ, തികച്ചും 1 സൈഡ്, ഏകപക്ഷീയം. ആർക്കും പറയാൻ കഴിയും. ആ ഏകപക്ഷീയമായ കരാർ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അംഗീകരിക്കുകയാണ്.
ആ പരിശുദ്ധ തിരുദൂതർ ആ കരാർ അംഗീകരിച്ചു. അങ്ങനെ ഈ കരാർ എഴുതുന്ന ആരാണ്? ഈ കരാർ എഴുതുന്ന ആൾ സുഹൈൽ എന്നവരാണ്. സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന സുഹൈൽ എന്ന് പറയുന്ന ശത്രു. ആ ശത്രു കരാർ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ അയാൾ കരാർ എഴുതിക്കൊണ്ടിരിക്കെ ആ സന്ദർഭത്തിൽ ഈ സുഹൈലിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു. മകന്റെ പേര് അബൂ ജന്ദൽ എന്നാണ്. ആ അബൂ ജന്ദൽ എന്ന കുട്ടി ഇസ്ലാം മതം വിശ്വസിച്ച് കഴിഞ്ഞിരുന്നു. അയാൾ ഇസ്ലാം മതം വിശ്വസിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ തടവിലിട്ടിരിക്കുകയായിരുന്നു. ആ തടവിലിട്ട അബൂ ജന്ദൽ എന്ന കുട്ടി കയറ് പൊട്ടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ കരാർ എഴുതുന്ന സന്ദർഭത്തിലേക്ക് വന്നു. ആ കരാർ എഴുതുന്ന സന്ദർഭത്തിലേക്ക് വന്ന് ആ കരാർ ശരിക്ക് പരിശുദ്ധ പ്രവാചകരുടെ കരാർ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ വളരെ ഗൗരവത്തോടു കൂടി എഴുതുകയാണ്. ആ എഴുതുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ആ സംഭവം നടക്കുന്ന സമയത്ത് സുഹൈൽ വന്ന് നിൽക്കുന്നു. എന്നെ കൊണ്ട് സുഹൈൽ പറയുന്നു, ഇവൻ എന്റെ മകനാണ്, ഇവനെ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല. അബൂ ജന്ദൽ വന്ന് നിൽക്കുന്ന സമയത്ത് അബൂ ജന്ദലിനെ കൊണ്ടുപോകണം, മുസ്ലിമാണ്. ആ കുട്ടിയെ തടവിലിട്ടിരിക്കുകയായിരുന്നു. വിശ്വാസികൾ കൊണ്ടുപോകാൻ സന്നദ്ധരാണ്, അതിനുള്ള കഴിവും കരുത്തുമുണ്ട്. പക്ഷേ സുഹൈൽ അനുവദിച്ചില്ല. ഈ കുട്ടി വന്ന് ഞാൻ മുസ്ലിമാണെന്ന് വിളിച്ചു പറഞ്ഞ ഉടനെ ഫലമ്മാ ആ സുഹൈൽ അബൂ ജന്ദലിനെ സുഹൈൽ കണ്ട ഉടനെ കാമയിലേക്ക് തന്റെ മകന്റെ മുഖത്തൊരൊറ്റ അടിയാണ്. തന്റെ മുഖത്തൊരൊറ്റ അടി വെച്ചു കൊടുത്തു. ആ മകന്റെ മുഖത്തിന് പ്രഹരമേൽപ്പിച്ചുകൊണ്ട് അയാൾ ചെയ്ത പണി എന്താണെന്നറിയോ? പിടിച്ചു, മാറിന് പിടിച്ചു. ഉപ്പായത്തിന്റെ മാറിനാണ് പറയുക. ഷട്ടിന്റെ മാറ് പിടിച്ചു, മകന്റെ മാറ് പിടിച്ചിട്ട് പറഞ്ഞു പിന്നെ പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബി, നമ്മൾ തമ്മിലുള്ള കരാർ രേഖപ്പെട്ട് കഴിഞ്ഞു. കരാർ രേഖപ്പെട്ട് കഴിഞ്ഞു, എഴുതിയിട്ടുള്ളൂ, ഒപ്പിട്ടിട്ടില്ല, ഒപ്പം തൊട്ടിട്ടില്ല. മാറണമെങ്കിൽ നബി തങ്ങൾക്ക് ന്യായം പറയാമായിരുന്നു. മുസ്ലിമായ ഒരു കുഞ്ഞിനെ, ഒരു ചെറുപ്പക്കാരനെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കാതെ സുഹൈല് പറയുകയാണ്, ഈ കുട്ടി വരും മുമ്പ് തന്നെ നമ്മളെ കരാറ് രേഖപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ടുപോകാൻ പാടില്ല. ആ കുട്ടി ഉറക്കെ കരയുകയാണ്. അബൂ ജന്ദൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കാതെ ആ കുട്ടി ഉറക്കെ കരയുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ കൃത്യമായി പറഞ്ഞു, സ്വതക്കത്ത, നീ പറഞ്ഞത് സത്യമാണ്. ശത്രുവിനോട് പറയുകയാണ്, നീ പറഞ്ഞത് സത്യമാണ്, നമ്മൾ ഒപ്പിട്ടു. ഇവിടുന്ന് ഒരാളെ വിശ്വസിച്ചാൽ ഇനി കൊണ്ടുപോകാൻ പാടില്ല, ഒപ്പിട്ടിട്ടില്ല, കരാർ എഴുതിയിട്ടേ ഉള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, സത്യമാണ്, വാക്ക് പറഞ്ഞാൽ പിന്നെ വാക്കാണ്. അബൂ ജന്ദൽ എന്ന് പറയുന്ന കുട്ടി വേദനിച്ചു പോയി. എന്തേ കാരണം? എന്നെ കൊണ്ടുപോകില്ലല്ലോ, ഇനിയും എന്നെ തിരിച്ചയച്ചാൽ പോകാൻ ശ്രമിച്ചതിന്റെ പേരിൽ എനിക്ക് പ്രഹരം വേറെ കിട്ടും. ഇപ്പോൾ തന്നെ ഈ സദസ്സിന്റെ മുമ്പിൽ വെച്ച് പിതാവിന്റെ അടി കിട്ടി, അതിനുശേഷം ഇനിയും അടി കിട്ടും, എന്നെ ബുദ്ധിമുട്ടിക്കും. അവന്റെ ചങ്ങലിൽ, അവന്റെ കാലിൽ ചങ്ങലയുടെ അടയാളം പോലും ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ആ സമയത്ത് അബൂ ജന്ദൽ തനിക്ക് കിട്ടാവുന്നത്ര ശബ്ദത്തിൽ ആ കുട്ടി പൊട്ടിക്കരഞ്ഞു പോയി. എന്നെ ഇനിയും ഇവരെ കൂടെ നിങ്ങൾ വിടരുത്, ഇവരെന്റെ ദീനം, എന്റെ ശരീരവും നശിപ്പിക്കുമെന്ന് ആ കുട്ടി കരഞ്ഞു പറഞ്ഞു. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോട് സ്വഹാബത്തെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ അനുമതിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, പറ്റില്ല, കരാർ എഴുതി പോയി, എഴുതിയ കരാർ പാലിച്ചേ പറ്റൂ. അതാണ് വ്യക്തിത്വം, അതാണ് വ്യക്തിത്വം, അതാണ് പേഴ്സണാലിറ്റി, അതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമുള്ള ക്രെഡിബിലിറ്റി. എന്നിട്ട് അബൂ ജന്ദലിനെ നോക്കിക്കൊണ്ട് പരിശുദ്ധ പ്രവാചകർ നനഞ്ഞ കണ്ണുകളോടെ പറഞ്ഞ, മോനെ, യാ അബൂ ജന്ദൽ, ഇസ്ബിർ വഹ്തസിബ്, പൊന്ന മോനെ, നീ ക്ഷമിച്ചോ, നീ സഹിച്ചോ. ഇന്നല്ലാഹ ജാഇലുൽ ലക വലിമൻ മഅക മിനൽ മുസ്തദഅഫീൻ ഫറജൻ വ മഖറജാ. അല്ലാഹു നിനക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ ഉണ്ടാക്കി തരും. വലിമൻ മഅക മിനൽ മുസ്ലിമീൻ വലിമൻ മഅക മിനൽ മുസ്തദഅഫീൻ, നിന്റെ കൂടെ ബലഹീനരായി വിശ്വസിച്ച മുസ്ലിമീങ്ങൾക്കും നിനക്കും പടച്ചറബ് കാണിച്ചു തരും. ഫറജൻ വ മഖറജാ, ഒരു നല്ല മാർഗം, ഒരു വിജയത്തിന്റെ മാർഗം പടച്ചറബ് നാളെ നിനക്ക് കാണിച്ചു തരും. എന്നിട്ട് ആ കുഞ്ഞിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറയുകയാണ്, ഞങ്ങളും ഇയാളും തമ്മിൽ കൃത്യമായി ഒരു കരാർ എഴുതി കഴിഞ്ഞു. ഞങ്ങൾ രണ്ടു കൂട്ടരും ഒരു സുൽഹ്, ഒരു ഉടമ്പടി എഴുതി കഴിഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കരാർ, അല്ലാഹുവിന്റെ പേരിലുള്ള കരാർ വെച്ചു. എന്താണ് പറഞ്ഞ വാക്ക് നോക്കുന്നത്? ഞങ്ങൾക്ക് നമുക്ക് ഇനി അവരെ വഞ്ചിക്കാൻ കഴിയില്ല, ഇനി നമുക്ക് ചതിക്കാൻ കഴിയില്ല. നമ്മളത് എഴുതി, ഇനി ചതിക്കാൻ കഴിയില്ല. ഒരു കുഞ്ഞിനെ ഇസ്ലാമായി കൊണ്ടുപോകാൻ
അനുവദിക്കാത്ത സമയത്ത് ഈ കരാർ മുമ്പിൽ വെച്ചുകൊണ്ട് ശത്രു ഇത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ വഴങ്ങി കൊടുക്കുകയാണ്. അതൊരു ക്രെഡിബിലിറ്റിയാണ്. കാരണം വാക്ക് പറഞ്ഞു പോയി, പറഞ്ഞ വാക്ക് പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഈ ക്രെഡിബിലിറ്റി, അതാണ് പേഴ്സണാലിറ്റി, അതാണ് പ്രഭാവം, അതാണ് വ്യക്തിത്വം, അതാണ് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് പറയുന്നത്. അതൊരു വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ശ്രവിച്ചിട്ടില്ലേ നിങ്ങൾ? ആരാണ് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു? പ്രമുഖനായ സ്വഹാബി, അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ സിർ രഹസ്യങ്ങൾ അറിയാവുന്ന സ്വഹാബി. ആ പ്രിയപ്പെട്ട സ്വഹാബി, അദ്ദേഹത്തിന്റെ പിതാവ് യമാൻ, ഇവർ രണ്ടുപേരും ബദർ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്ന സമയത്ത് മദീനക്ക് പുറത്താണ്. താരീഖിന്റെ കിതാബിലുണ്ട്, രണ്ടുപേരും ഔട്ട് ഓഫ് മദീന. അവർ മദീനയിലല്ല. അങ്ങനെ അവർ നേരെ മദീനയിലേക്ക് തന്നെ പോയി ആ യുദ്ധത്തിൽ പങ്കുചേരാൻ വേണ്ടി വേഗത്തിൽ പോകുന്ന സമയത്ത് ശത്രുക്കൾ പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ ഇങ്ങനെ മദീനയിലേക്കാണ് പോകുന്നത്. അവർ ചോദിച്ചു, നിങ്ങൾ മുഹമ്മദ് നബിയെ സഹായിക്കാൻ യുദ്ധത്തിനല്ലേ പോകുന്നത്? അവർക്കല്ലെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് അവർ തടഞ്ഞു വെച്ചപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്നും മുഹമ്മദ് നബിയെ ഈ കാര്യത്തിൽ സഹായിക്കില്ല എന്നും, ബദറിൽ പങ്കെടുക്കില്ല. ബദർ ഒരു പ്രധാന യുദ്ധമല്ലേ? 13 കൊല്ലക്കാലത്തെ പീഡനാനുഭവങ്ങൾക്ക് ശേഷം മദീനയിൽ ചെന്നൊരു ഇസ്ലാമിക ഭൂമിക കെട്ടിപ്പടുത്ത് 2 വർഷക്കാലത്തെ പരിശ്രമത്തിന്റെ ശേഷം ഒരു തിരിച്ചടിക്ക്, അതിൽ പ്രതിരോധത്തിന് അല്ലാഹു അനുമതി കൊടുത്ത സന്ദർഭത്തിൽ ഈ യുദ്ധത്തിലേക്ക് ആളുകൾ വളരെ ആവേശത്തോടു കൂടി നടന്നെടുക്കുന്ന സമയത്ത് ദൗർഭാഗ്യവശാൽ മദീനത്തിൽ പുറത്തുപെട്ടു പോയ ഇവർ തിരിച്ച് മദീനയിലേക്ക് ഓടിപ്പോകുമ്പോൾ തടഞ്ഞിട്ട് ശത്രു പറഞ്ഞു, ഒരു സത്യം ചെയ്തെങ്കിലേ വിടൂ, ഇല്ലെങ്കിൽ വിടൂല. സത്യം ചെയ്യണം, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് സത്യം ചെയ്യണം. ഗത്യന്തരമില്ലാതെ ബദറിലേക്ക് പോകാനുള്ള താല്പര്യത്തിന്റെ പേരിൽ സ്വഹാബത്തിനെ സഹായിക്കാൻ നബി തങ്ങളെ കൂടെ കൂടണമെന്ന അതീവ താല്പര്യത്തിന്റെ പേരിൽ ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് സത്യം ചെയ്തു. എന്തിന്? മദീനയിലേക്ക് പോകാൻ അനുമതി കിട്ടാൻ. അത് ശത്രുവല്ലേ, അവിശ്വാസിയല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് മനസ്സിലാക്കി സത്യം ചെയ്തു. അങ്ങനെ ആ ചരിത്രത്തിൽ മനോഹരമായി പറയുന്നുണ്ട്, ശത്രുക്കൾ ഞങ്ങളെ പിടിച്ചു. മുഹമ്മദ് നബിയെ സഹായിക്കാൻ പാടില്ല എന്നൊരു കരാറിന്റെ മേലല്ലാതെ നിങ്ങൾ വിടില്ല എന്നവർ ശടിച്ചു. അങ്ങനെ ഞങ്ങൾ അത് അംഗീകരിച്ചു കൊടുത്തു. യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളത് രണ്ടും അംഗീകരിച്ചു. ഖുറൈശികളെ കൊടുത്ത ഈ കരാറിനെ കുറിച്ച് ഞങ്ങൾ മദീനത്ത് വന്ന് ആദ്യം തന്നെ നബി തങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് ഓടിപ്പോരുമ്പോൾ അവർ പിടിച്ചപ്പോൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന കരാറുണ്ടെങ്കിൽ വിടുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളത് ചെയ്തു. ഇങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടി പറഞ്ഞതാണ്. നബി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നബി തങ്ങളോട് ചോദിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ എന്താ പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞ മറുപടി, നിങ്ങൾ അവർക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുത്തു. നബി തങ്ങൾ അവിടെ നിങ്ങൾ നോക്കണം, 313 ആളുകൾ ഇപ്പുറത്ത്. അഭിപ്രായാന്തരമുണ്ടെങ്കിലും കൂടുതൽ ആളുകളൊന്നുമില്ല. തൊട്ടപ്പുറത്ത് ആയിരങ്ങളാണ്. 1000-ഓട് 313ന്റെ പൊരുത്തല. ഒരാളെ കിട്ടിയാൽ അത്രയും നല്ലത്. അതും 2 പേരാണ്. ഹുദൈഫ റളിയല്ലാഹു തആല പിതാവ് യമാനും. 2 പേരും 2 അംഗസംഖ്യ കിട്ടുന്നു എന്ന് മാത്രമല്ല, കഴിവുള്ളവരാണ്, പ്രഗത്ഭരാണ്, തന്ത്രമറിയുന്നവരാണ്. പക്ഷെ ഇങ്ങനെ ഒരു കരാർ നിങ്ങൾ ചെയ്തോ? അതും അമുസ്ലിങ്ങളോട്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, നഫീ ബി അഹദിഹിം, അവരോടുള്ള കരാർ നമുക്ക് പാലിച്ചേ പറ്റൂ. കരാർ പാലിച്ചേ പറ്റൂ, അത് മാറ്റാൻ പറ്റൂല. ആ കരാർ നമ്മൾ പാലിച്ചേ പറ്റൂ. നമുക്ക് അള്ളാഹുവിനോട് യുദ്ധം വിജയിക്കാൻ അവർക്കെതിരെ പടച്ചറപ്പിന്റെ സഹായം തേടാം എന്ന് പറഞ്ഞാൽ, പടക്കളത്തിലേക്ക് നിങ്ങൾ ഇറങ്ങണ്ട, നിങ്ങൾ ദുആ ചെയ്ത് അവിടെ നിന്നോന്ന. പടക്കളത്തിലേക്ക് ആളുകൾ ആവശ്യമുള്ള സമയത്ത് 2 പേരെ പടക്കളത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് അമുസ്ലിങ്ങളാകുന്ന ശത്രുക്കൾ കൊടുത്ത വാക്ക് പാലിക്കാനാ. ഇതാണ് ക്രെഡിബിലിറ്റി, വ്യക്തിത്വം. അതാണ് ഒരു മനുഷ്യന്റെ പ്രവൃത്തി. ഈ ആളുകളിൽ എന്തൊരു തീർണ്ടാക്കും. ശത്രുക്കളിൽ പോലും വലിയ മതിപ്പുണ്ടാക്കൂലേ? ആ ശത്രുക്കൾ കൊടുത്ത വാക്ക് അങ്ങനെ പാലിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എന്താ ചിന്തിച്ച് നോക്ക് നിങ്ങൾ. ആ ബദറിൽ അവരിറങ്ങിയില്ല, എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തു. ഇവരെ കുറിച്ച് ചരിത്രം പഠിച്ചു നോക്കൂ നിങ്ങൾ. മിക്ക യുദ്ധത്തിലും പങ്കെടുത്തവരാ. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ സ്വഭാവം. വിഷയങ്ങളെ പോസിറ്റീവായിട്ട് നബി തങ്ങൾ കണ്ടിട്ടുള്ളൂ. അതാണ് സ്വഭാവത്തിന്റെ മഹിമ. നമ്മളെപ്പോഴും അതിന്റെ മൈനസ് പോയിന്റ് കാണും. പരിശുദ്ധ പ്രവാചകർ പോസിറ്റീവായിട്ടാണ് കണ്ടത്. നോക്ക് നിങ്ങൾ, ഏറ്റവും പ്രയാസപ്പെട്ട യുദ്ധമായിരുന്നുവല്ലോ നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ച പ്രധാനപ്പെട്ട തബൂക്ക് യുദ്ധം. വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ്, പ്രയാസമുള്ള സമയമാണ്. ഒട്ടേറെ പോകണം, ഒരുപാട് ദൂരെ പോയി യുദ്ധം ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയുമല്ല. പലരും പിന്മാറി പുറപ്പെട്ട് വഴിക്ക് വെച്ച് ചിലർ പിന്മാറി. സ്വഹാബത്തിൽപ്പെട്ട ചിലർ നിരാശയോടെ പറഞ്ഞു, യാ റസൂലല്ലാഹ് തഖല്ലഫ ഫുലാൻ, നബി ഇന്നാൾ പിരിഞ്ഞു പോയല്ലോ. നമ്മൾക്ക് അങ്ങനെ പിരിഞ്ഞു പോയാൽ എന്താ പറയാ? റാലിയിൽ നിന്ന് കുറെ ആള് പിരിഞ്ഞു പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് നിരാശ ഉണ്ടാവും. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ എന്താ പറഞ്ഞത്? പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ദഅൂഹു, അത് വിട്ടേക്കും. പോസിറ്റീവായിട്ട് എടുത്തത്. കുറെ ആൾ പോയി എന്നുള്ളതല്ല, അവരെ വിട്ടേക്കും. നബി തങ്ങൾ നല്ലൊരു ലോജിക്ക് പറഞ്ഞു കൊടുത്തു. അതാ സ്വഭാവത്തിന്റെ മഹിമയാണ്.
അത് അവരിൽ വലിയ തഅ്സീറുണ്ടാക്കി. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഫയ്യകു ഫീഹി ഖൈറുൻ ഫസയുൽഹിഖുല്ലാഹു ബികും. അവര് നമ്മളെ കൂടെ ഉണ്ടാവൽ ഖൈറായിരുന്നുവെങ്കിൽ പടച്ച റബ്ബ് അവരെ നമ്മളെ കൂടെ നിർത്തുമായിരുന്നേനെ. അതേ സമയത്ത് അതല്ല, അവര് വരല എല്ലാ ഗുണമെങ്കിൽ അവരെ ഷെറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു, അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. എന്തൊരു പോസിറ്റീവ് സമീപനം! ഇതാണ് പോസിറ്റീവ് സമീപനം. മൈനസിനെ പോസിറ്റീവായി കാണുക, ഇതാണ് ശരിക്കും നമ്മൾ കണ്ടത്. അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ആളുകൾ പിരിഞ്ഞു പോയ വിഷയം പർവ്വതീകരിക്കാതെ, അത് വലുതാക്കാതെ ആ നേച്ചർ ശരിക്കും പ്രകടിപ്പിച്ചു. ഇതാണ് ചിന്തിച്ചും ആലോചിച്ചും തിങ്കിങ്, ആക്ടിങ് ആൻഡ് റിയാക്ടിങ്. നബിതങ്ങൾ ചിന്തിച്ചിട്ട് ഇവർ പറഞ്ഞപ്പോ അതിന് നബിതങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടിയാണത്. ഇതൊരു മനോഹരമായ സ്വഭാവമല്ലേ? ഈ സ്വഭാവമല്ലേ ലോകത്ത് മനുഷ്യൻ കാഴ്ചവെക്കേണ്ടത്? ഇതല്ലേ ലോകത്തിന് ഇന്ന് ആവശ്യം? ഈ രീതിയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഇടപെട്ട ഓരോ മേഖലകളും നോക്കൂ നിങ്ങൾ. ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ശരിക്കും തന്റെ ഒരു പ്രസംഗമുണ്ടല്ലോ ഹജ്ജത്തുൽ വദാഇൽ. പലിശയെ കുറിച്ച് പറഞ്ഞു, സ്ത്രീ പുരുഷ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു, സാമൂഹ്യ ബോധത്തെ കുറിച്ച് പറഞ്ഞു. ഇബാദത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തതിന്റെ ശേഷം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളോട് പറഞ്ഞ എന്താണ്? ഇന്നൽ ഇസ്ലാമ ലൈസ ഇബാദത്തുൻ വലാ അഖീദത്തുൻ. കുറെ അഖീദയും ഇബാദത്തും മാത്രമല്ല ഇസ്ലാം, കുറെ ഇബാദത്തും കുറെ വിശ്വാസവും മാത്രമല്ല, പക്ഷെ അതിന്റെ കൂടെ എന്തുകൂടി ബൽ അഖ്ലാഖുൻ വ മുആമല. അഖ്ലാഖും മുആമലത്തും വേണം, നല്ല സ്വഭാവം വേണം, നല്ല പെരുമാറ്റം വേണം. ആ നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, അത് തന്നെയാണ് ഈ പറയപ്പെടുന്ന പ്രകൃതിയും പ്രഭാവവും. ഈ പ്രകൃതിയും പ്രഭാവവും ജനങ്ങൾക്ക് നമ്മൾ പ്രകടമാക്കി കൊടുക്കുമ്പോഴാണ് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അബൂജഹലിന്റെ മോനാണ്. അബൂജഹൽ അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ ആജന്മ ശത്രുവാണ്. എല്ലാ തരത്തിലും ശത്രുത പുലർത്തിയ വ്യക്തി. ബദറിൽ അദ്ദേഹം വീണു. ആ ബദറിൽ അദ്ദേഹത്തിന്റെ മകൻ ഇക്രിമ കണ്ടു. ആ ഇക്രിമ ദേശത്തോടു കൂടി ഉഹുദിൽ വന്നു. അത് കഴിഞ്ഞ് ഖന്തക്കിൽ വന്നു. നശിപ്പിക്കാനുള്ള എല്ലാ മാർഗവും നോക്കി, പരാജയപ്പെട്ടു. അവസാനം മക്ക ഫതഹ് വരുന്നു. പരിശുദ്ധ പ്രവാചകർ മക്കയിലേക്ക് കടന്നു വരുന്നു. ആ കടന്നു വരുന്ന സമയത്ത് പൊരുതി നോക്കി, അവിടെയും പരാജയപ്പെട്ടു. പരാജയത്തിന്റെ കയ്പുനീര് കുടിച്ച വ്യക്തി ഇനി എനിക്ക് നബി തങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നാട് വിട്ടോടുകയാണ്. അയാൾ നാട് വിട്ടോടുകയാണ്. ആ നാട് വിട്ടോടുന്ന സമയത്ത് പരിശുദ്ധ പ്രവാചകർ മക്കയിൽ വന്ന് പ്രതികാരം ചെയ്യുമെന്നാണ് അവരൊക്കെ പ്രതീക്ഷിച്ചത്. ഒരു പ്രതികാരത്തിന്റെ ബാബും തുറക്കാതെ വളരെ സമാധാനപരമായി പരിശുദ്ധ പ്രവാചകർ സമൂഹത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അയാളുടെ ഭാര്യ വന്നു. ഹിന്ദിന്റെ കൂടെ ഇക്രിമയുടെ പ്രിയപ്പെട്ട ഭാര്യ വന്നു. ഭാര്യ വന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരോട് വന്നിട്ട് ഉമ്മു ഹകീം എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞു, എന്റെ ഭർത്താവിന് മാപ്പുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഉണ്ടല്ലോ, മാപ്പുണ്ടല്ലോ. അത് അത്ഭുതമായി പോയി. പരിശുദ്ധ പ്രവാചകർ ശത്രുപക്ഷത്ത് നിർത്തി എണ്ണിയ ഒരാളായിരുന്നു. ഭാര്യ ഉടനെ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം തന്റെ പ്രിയപ്പെട്ട പ്രിയതമനെ തേടിപ്പോയി. തിഹാമ കടൽത്തീരത്ത് വെച്ചാണ് കണ്ടുമുട്ടിയത്. നാട് വിട്ട് പോകാൻ നിൽക്കുന്നയാളാ അവിടുന്ന് പിടിച്ചുകൊണ്ടുവരികയാണ്. അങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്ന രംഗം താരീഖിലുണ്ട്. ഞാൻ സമയക്കുറവ് കൊണ്ട് വിശകലനം ചെയ്യാതെ പറയട്ടെ. പരിശുദ്ധ പ്രവാചക സന്നിധിയിലേക്ക് ഇക്രിമ കടന്നു വരികയാണ്. ഇക്രിമ ഇസ്ലാമിലേക്ക് ആകിട്ടനാവുകയാണ്. എന്നോടൊരു പ്രതികാരം ചെയ്യുന്നില്ല, എന്റെ ഭാര്യയോടൊരു പ്രതികാരം ചെയ്തില്ലല്ലോ, ഹിന്ദുവിനോട് പ്രതികാരം ചെയ്തില്ലല്ലോ. ഹിന്ദിന്റെ കൂടെയാണ് എന്റെ ഭാര്യ ചെന്നത്. ഹിന്ദ് ഹംസ റളിയല്ലാഹു അൻഹു കരൽ കടിച്ചു തുപ്പിയ പെണ്ണാണ്. വാഴ്ചയ്ക്ക് പണം കൊടുത്തുകൊണ്ട് ചാട്ടുളി കൊണ്ട് രഹസ്യമായി ഹംസത്തുൽ കറാറിന്റെ യുദ്ധത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് കൊന്ന ആ പ്രേരണാ പ്രവർത്തനത്തിന്റെ കുറ്റം ചാർത്തപ്പെട്ട പെണ്ണാണ് ഹിന്ദ്. ആ മഹദിയെ സ്വഹാബിയത്തായി സ്വീകരിച്ച പരിശുദ്ധ പ്രവാചകർ ചരിത്രം പറയുന്നു. അങ്ങനെ ഇയാൾ വരുന്നുവെന്ന വിവരം കേട്ടപ്പോൾ പരിശുദ്ധ പ്രവാചകർ സദസ്സിൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളുണ്ട്. നബി തങ്ങൾ ആ വിവരം അറിഞ്ഞു. അള്ളാഹു അറിയിച്ചു കൊടുത്തു, ഇക്രിമ വരുന്നുണ്ട്. ഈ മക്കയിൽ നിന്ന് എന്നെ കാണണ്ട, ഈ മുഖം കാണാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയ ഇക്രിമ വരുന്നുണ്ട്. ആ ഇക്രിമ വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ നബി തങ്ങൾ സദസ്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. അവിടെ തന്നെ പ്രവാചകത്വത്തിന്റെ മഹത്വം കാണാൻ നമുക്ക് ആരാണത് അറിയിച്ചു കൊടുത്തത്? പ്രവാചകർ സാധാരണക്കാരനാണെന്ന് വാദിക്കുന്നവർ പോലും ചിന്തിക്കണം. പരിശുദ്ധ പ്രവാചകർ സദസ്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സയ്യഅ്തീകും, ഇതാ ഇപ്പോൾ വരുന്നതാണ്. ആരും പറഞ്ഞിട്ടില്ല ഇക്രിമ വരുന്നുണ്ടെന്ന വിവരം. അവിടെ ഫോണില്ല, നെറ്റ് സംവിധാനമില്ല, വാട്സാപ്പില്ല, ഒന്നുമില്ല. അബൂജഹലിന്റെ മകൻ ഇക്രിമ മുഅ്മിനായി ഇപ്പൊ ഇവിടെ വരും. നബി തങ്ങൾ പറയുക. അബൂജഹൽ ആരാന്ന് സദസ്സിലുള്ള ആളുകൾക്ക് അറിയാം. നബി തങ്ങളുടെ ആജന്മ ശത്രുവാണ്. ആ ശത്രുവിനെ ലഅനത്ത് ചെല്ലാറുണ്ട്. നബി തങ്ങൾ ആ സദസ്സിനോട് ഒരു വാക്ക് പറഞ്ഞു, ഇക്രിമ വരുന്നുണ്ട്. ഫലാ തസുബ്ബു അബാഹു. ഇക്രിമയുടെ ബാപ്പയെ നിങ്ങൾ കുറ്റം പറയരുത്. ഇക്രിമയുടെ ബാപ്പാര അബൂജഹൽ. നിങ്ങൾ അബൂജഹലിനെ കുറ്റം പറയരുത്. ജീവിതത്തിന്റെ അന്ത്യം വരെ നബി തങ്ങൾക്കെതിരെ പൊരുതി ബദറിൽ വീണ ആളാ. നബി തങ്ങളുടെ ആജന്മ ശത്രുവാണ്. പക്ഷെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. എന്തുകൊണ്ട് കുറ്റപ്പെടുത്തരുത്? ആ മയ്യത്തിനെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഈ മകന് ബുദ്ധിമുട്ടുണ്ടാവും.
നിങ്ങൾ ആ മകനെ ബുദ്ധിമുട്ടാക്കരുത്. സ്വഹാബത്തിനോട് പറയാം, എന്തൊരു സംസ്കാരം നോക്ക് നിങ്ങൾ. ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ ബാപ്പയെ അവൻ വരുമ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. ഇക്രിമ വന്നു, സ്വഹാബത്ത് ഇങ്ങനെ നോക്കി, ക്രൂരതയോടെ നോക്കേണ്ട സ്വഹാബത്ത് ദൈന്യതയോടെ നോക്കി. ഒന്നും പറയാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തന്നെ ക്രൂരമായി നോക്കുമെന്നും താൻ ബദറിലും ഉഹദിലും ഖന്തക്കിലും ഒക്കെ പരിശുദ്ധ പ്രവാചകർക്കെതിരെ കൊടിപിടിച്ച് സമരം ചെയ്തവനാണെന്ന് ബോധ്യമുള്ള ഇക്രിമ ഇവർ എന്റെ നേരെ ചാടി വീടും കാർക്കിച്ചുമെന്ന് കരുതിയിട്ടാണ് വരുന്നത്. പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല. ശാന്തമായ അന്തരീക്ഷത്തിൽ അയാൾ കടന്നു വന്നു. നബി തങ്ങളെ മുമ്പിൽ വന്നിട്ട് കെലിമ ചൊല്ലിയിട്ട് പറഞ്ഞു, നബിയെ ഇന്നി അസ്അലുക അൻ തഗ്ഫിറ ലി കുല്ല അദാവത്തിൻ ആദൈതുകഹാ. ഞാൻ നിങ്ങളോട് കാണിച്ച എല്ലാ വൃത്തികേടുകളും എനിക്ക് പുറത്തു തരണം നബിയെ. ഞാൻ നിങ്ങളോട് ചെയ്തതൊക്കെ എനിക്ക് പുറത്തു തരണം നബിയെ. നബി തങ്ങൾ പറഞ്ഞോ, എന്നാലും നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, നീ കുറച്ച് ഓവറായിട്ടുണ്ട്. അങ്ങനെയല്ലോ. അപ്പൊ ചില വിഷയങ്ങളൊക്കെ നമ്മൾ മധ്യസ്ഥം വഹിക്കുന്ന സമയത്ത് ഒരാൾ ഒരു വിട്ടുവീഴ്ച ചെയ്യൂലല്ലോ, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലല്ലോ, വാശിയല്ലോ. അതാണ് പലതും അങ്ങനെ ആവുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിനെ സാക്ഷി നിർത്തി ഇക്രിമയെ ചേർത്ത് പിടിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞു. എന്താ നബി തങ്ങൾ പറഞ്ഞത്? അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹു, പടച്ചവനെ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണേ, കുല്ല അദാവത്തിൻ അദാനിഹാ, എന്നോട് ഈ വ്യക്തി ശത്രുതാ മനോഭാവത്തോടെ എന്തൊക്കെ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും നീ പുറത്തു കൊടുക്കണം. അല്ലാഹുവേ, നിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ ദീനിനെ കെടുത്തി കളയാൻ ഇയാൾ എവിടെയൊക്കെ നടന്നുവോ പ്രവർത്തിച്ചോ അത് മുഴുവനും നീ പുറത്തു കൊടുക്ക്. എന്നോട് ചെയ്തതും പടച്ചവനോട് ചെയ്തതും പടച്ചവനെ നീ പുറത്തു കൊടുക്ക്. അവന് നീ പ്രത്യേകം പൊറുക്കണേ. എന്റെ അഭിമാനത്തിന് അവൻ ക്ഷതം വരുത്തിയിട്ടുണ്ട്. എങ്ങനെ? എന്റെ മുമ്പിൽ വെച്ചിട്ടും എന്റെ അസാന്നിധ്യത്തിലും നേരിട്ട് എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവനും നീ പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അത്ര മനോഹര നോക്ക് നിങ്ങൾ. ആ മനോഹരമായ സ്വഭാവത്തിന്റെ പേരല്ലേ നമ്മൾ ഈ പറയുന്ന വ്യക്തിത്വം, അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ വിശ്വസ്തത എന്നൊക്കെ പറയുന്നത്. അതാണല്ലോ ആ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ അതേ സ്വഭാവം, ആ മഹത്വം. അതാണ് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അത് ആദ്യവും അവസാനം നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ പ്രഭാവത്തെ കുറിച്ചാണ് പറയുന്നത്, ആ വ്യക്തിത്വത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തി ലോകത്തില്ലല്ലോ. അതുപോലെ തന്നെ അവസാനം എല്ലാ സന്തോഷ വാർത്തയും സഹായം നമുക്ക് വാഗ്ദാനം ചെയ്ത ലോകത്തെ അന്ത്യപ്രവാചകർ, ഈ ലോകത്തിന് മാതൃക കാണിച്ച പരിശുദ്ധ പ്രവാചകർ, അവിടുത്തെ സ്വഭാവം, പെരുമാറ്റം, പ്രഭാവം അത് വളരെ വ്യക്തമായി സമൂഹം മനസ്സിലാക്കണം. അവിടുത്തെ പ്രവർത്തനം കൊണ്ട് ലോകത്തുണ്ടായ ചേഞ്ച്, പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നവർ നേരെ തിരിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ അവർക്ക് അന്തസ്സ് കാണിച്ചു കൊടുത്തു. ഇന്നിപ്പോ നമ്മുടെ സിനിമാ ലോകത്തൊക്കെ നടക്കുന്നത് നിങ്ങൾ കണ്ടോ? നിമിത്തങ്ങൾ ഒരു അതിർവരം പെട്ട് കൊടുത്തു, എങ്ങനെ പെണ്ണ് പെരുമാറണമെന്ന് പറഞ്ഞു കൊടുത്തു. ഖുർആൻ പറഞ്ഞു യുദ്നീന അലൈഹിന്ന മിൻ ജനാബിബിഹിന്ന എന്ന് പറഞ്ഞു. അന്യന്റെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ട കാര്യം മെഹ്റമ കൂടെ വേണമെന്ന് പറഞ്ഞു. ഉർവശി എന്ന് പറയുന്ന ഒരു നടി നിങ്ങൾ കണ്ടില്ലേ? വളരെ മനോഹരമായി അവർ പറയുകയാണ്, മാധ്യമങ്ങളോട് പറയാണ്, ഒരു പുരുഷന്റെ സാന്നിധ്യത്തിലേക്ക് ഏത് ലോകത്താണെങ്കിലും ഏത് സിനിമാ ലോകത്താണെങ്കിലും നോക്കണം നിങ്ങൾ. അവർ പറയാണ്, അങ്ങനെ ഒരു പെണ്ണ് പോകുമ്പോൾ കൂടെ ആരെങ്കിലും വേണം, അതിന് നിയമം കൊണ്ടുവരണം. ഒരു നിയമവും വേണ്ട, അവിടെ നിയമം ഉണ്ടാക്കിയ നിയമമുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ഈ സമൂഹത്തിന് പഠിപ്പിച്ച നിയമമുണ്ട്, പെണ്ണെങ്ങനെ പെരുമാറണം. അത് ഏതെങ്കിലും ഉസ്താദുമാർ പറഞ്ഞാൽ അവർ പഴഞ്ചന്മാരായി, അതാരെങ്കിലും പ്രസംഗിച്ചാൽ അവർ ലോകം തിരിയാത്തവരായി. അങ്ങനെയൊക്കെയല്ലേ സമൂഹത്തിന്റെ ചിത്രം. എന്നിട്ട് ഇവരോ അതിന് നല്ല പേരിട്ടു. എന്താ പേര്? ഒരു പെണ്ണ് സിനിമാ ലോകത്ത് വന്നിട്ട് ജോലി കിട്ടണമെങ്കിൽ ശരീരം കാഴ്ചവെക്കുന്ന തമ്മാടിത്തത്തിന്റെ പേരാണ് കാസ്റ്റിംഗ് കൗച്ച്. എന്ത് നല്ല പേരാന്നറിയോ? കേട്ടാൽ എന്ത് മനോഹര, കാസ്റ്റിംഗ് കൗച്ച്, നല്ല പേരിടുകയാണ്. അതുപോലെ തന്നെ കോഹാബിറ്റേഷൻ എന്ന വേറൊരു പേര്, ഒപ്പം താമസിക്കാം. ഭാര്യ ഭർത്താവൊന്നും വേണ്ട, ആണും പെണ്ണും മുതിർന്നവർ, പഠിക്കാനാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും ഒന്നിച്ച് താമസിക്കുക, ഒരു കുഴപ്പമില്ല. കോഹാബിറ്റേഷൻ നല്ല പേരല്ലേ? ഈ വൃത്തികേടിന് നല്ല പേരിട്ടിട്ട് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന വിദേശത്തൊക്കെയുള്ള കല്യാണമില്ലാത്ത കൂടിച്ചേർന്ന ജീവിതം, ലിവിങ് ടുഗദർ, അതൊക്കെയല്ലേ ലോകത്തെ തമ്മാടിത്തം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അതിനൊക്കെ ഒരു വര വരച്ചു, ഒരു നിയന്ത്രണ രേഖ വെച്ചു. അതില്ലായ്മയുടെ കുഴപ്പമാണ് ഇപ്പൊ പത്രത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് നമ്മുടെ പത്രത്തിൽ മുഴുവൻ അതാണ്. ഇപ്പൊ സ്വജനപക്ഷപാതവും തൽപര കക്ഷികളുടെ പ്രവർത്തനങ്ങൾക്ക് അഴിഞ്ഞാടാൻ അവസരം കൊടുത്തതിന്റെ പേരിലുള്ള ചില സ്ഫോടനങ്ങളും അതിന്റെ പരിണിതികളും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ പ്രവാചകർ
അങ്ങനെയായിരുന്നില്ലല്ലോ നമ്മളെ പഠിപ്പിച്ചത്. സ്വജന പക്ഷപാതമില്ല, സ്വാർത്ഥ താല്പര്യമില്ല, നീതിക്ക് വേണ്ടി മാത്രം നിന്ന പരിശുദ്ധ പ്രവാചകരുടെ ആ സ്വഭാവം, ആ വ്യക്തിത്വം അത് ലോകത്തിന് പകർന്നു കൊടുക്കാനാണ് ഈ മാസം നമ്മൾ ഇത് ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത്. ഇതുകൊണ്ട് കിട്ടുന്ന ഈ പ്രബോധനത്തിന്റെ ഫലം വളരെ വലുതായിരിക്കും. നബിദിനാഘോഷം വേണ്ടെന്ന് പറയുന്നവരുടെ പൂർവ്വഗാമികൾ പോലും മനോഹരമായി മൗലിദ് ആഘോഷിക്കുകയും മൗലിദ് കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകം മുഴുവൻ നടക്കുന്ന ഒരു പ്രവർത്തനത്തെ നമ്മുടെ നാട്ടിൽ വേണ്ടെന്ന് പറയുന്ന ആളുകൾ വളരെ ചെറിയൊരു സമൂഹം മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനമാണ് അതിന്റെ വ്യക്തമായ രൂപരേഖയും മറുപടിയും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെ സഹായിച്ച, ഇത് ഏറ്റെടുത്ത കരിങ്കല്ലത്താണിലെ പ്രബുദ്ധരായ ഉമറാക്കളെയും ഉലമാക്കളെയും സംഘടനാ പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട്, ദീർഘദൂരം നടക്കാൻ സംഘടനക്കൊപ്പം നിന്നുകൊണ്ട് പ്രഭ പരത്തിയ എന്റെ പ്രിയപ്പെട്ട ആമില അംഗങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട്, ഈ റാലിയിൽ അണിനിരന്നുകൊണ്ട് പ്രാസ്ഥാനിക പ്രവർത്തകരുടെ സേവനവും ഈ ആമിലയുടെ സേവനവും ഇവിടെ വേദി കെട്ടാനും സദസ്സൊരുക്കാനും ആവശ്യങ്ങളൊക്കെ ചെയ്യാനും മുന്നോട്ട് വന്ന പ്രദേശവാസികളുമായ മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ ഖൈറും ബറക്കത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. ഇതിന്റെ ഫലം നാളെ പരിശുദ്ധ ഹബീബിന്റെ കയ്യിൽ നിന്ന് ദാഹിച്ചു നിൽക്കുന്ന സമയത്ത് ഹൗദ് വാങ്ങി കുടിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് ചെലവഴിച്ചവർക്ക് ഖൈറും ബറക്കത്തും അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.